അപ്പം നമ്മുടെ പുതിയ വാഹനത്തിലെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പോകാൻ തുടങ്ങുക. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ചായ് ബ്രോയുടെ നാട്ടിലെ ഉത്സവം കൂടാൻ. ചായയുടെ അവിടെ നാട്ടിലെ മുക്കുളത്തെ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവം തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പോകാതിരിക്കുവായിരുന്നു. അപ്പൊ അവനും നാട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഉത്സവം ഇന്ന് തലേദിവസം ഉത്സവം തീരുന്നതിന്റെ തലേദിവസം വണ്ടി വന്നേ. അതെ, നാളെ കഴിഞ്ഞ് കോയത്തോട്ടിലെ ഉത്സവമാ. അപ്പൊ രണ്ടിടത്തും പോയി ഉത്സവമൊക്കെ കൂടി നാടൊക്കെ കണ്ട് ഇറങ്ങി വരാം. രണ്ടിടത്തും പോകാൻ പറ്റുമെന്ന് നമുക്ക് പോകുന്ന വഴിക്ക് ആലോചിക്കാം. അതെ, നോക്കാം. നമുക്ക് പോയി നോക്കാം. രണ്ടിടത്തും പോക്ക് കണക്കൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ആന്റി വിളിച്ചപ്പോ പറഞ്ഞ അവിടെ ചക്കയൊക്കെ വിളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ചക്ക ആയില്ലോ, ആയി വരുന്നല്ലേ ഉള്ളൂ. ഗ്രാമ്പും എല്ലാം ഉണങ്ങി വെച്ചിട്ടുണ്ട്. നോക്കാം, പോയി നോക്കാം. ലക്കുണ്ടെങ്കിൽ ചിലവർക്ക് കിട്ടും. അതെ, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇത് കണ്ടോ എന്റെ പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇതേതാന്നറിയോ? ഇത് ഈയിടെ ഗിഫ്റ്റ് കിട്ടിയതാ. ദേവി ചേച്ചി വന്നില്ലായിരുന്നു സ്വിറ്റ്സർലൻഡിൽ നിന്ന്? അപ്പൊ വന്നപ്പോ നമുക്ക് വാങ്ങിച്ചോണ്ട് വന്നതാ. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. അത് കൊള്ളാം, ചേരുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് സാരി ആയിരുന്നു, അത് നാളെ എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കൊരു ചുരിദാർ മെറ്റീരിയലും കൂടെ ഉണ്ട്, അത് തയ്ക്കണം, തയ്ച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അങ്ങോട്ട് പോവാല്ലേ? നമുക്ക് പോകാം. ഞങ്ങളിപ്പോ ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയതാണെന്നറിയോ? ഞാൻ ഇന്ന് ശനിയാഴ്ച ഒക്കെ അല്ലേ, ഇന്ന് എന്നെല്ലാം പരിപാടി തീർത്തിട്ട് വേണം എവിടെയും പോവാൻ. ഞങ്ങള് 4 മണിയായി. നമ്മള് വന്ന വഴിക്കേ നമ്മള് ലെപ്പക്കട കഴിഞ്ഞിട്ട്, ഇത് സ്ഥലപ്പേരാ മേരികുളം അല്ലേ? മേരികുളം പള്ളിയിലെ പെരുന്നാളിന്റെ പരിപാടിയാട്ടോ. ഇപ്പൊ എല്ലായിടത്തും ഇനിയിപ്പം പെരുന്നാളും ഇതുപോലെ ആയില്ലേ? പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കുണ്ട് വഴിയിൽ. ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. പ്രദക്ഷിണം വന്നോണ്ടിരിക്കുന്നുള്ളൂ. നമ്മള് നാളെ ഉത്സവം കൂടുതലേ പോകുന്ന വഴിക്ക്. എല്ലാം കൂടണം, എല്ലാത്തിനും പോകണം. ആണോ? പിന്നെ നമ്മളെ അങ്ങനെ നമ്മുടെ ഏന്തയാറ്റി വന്നു കേട്ടോ. ഏന്തയാറ്റിലെ ഇത് മുക്കുളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അല്ലേ? നമ്മളിവിടെയാണ് നമ്മുടെ ചായ്ബോള നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമൊക്കെ. നമുക്ക് ആ ഉത്സവം ഒന്ന് കാണാനായിട്ട് അവിടം വരെ ഒന്ന് കയറി പോകാം. നാളെ പകലാണ് പരിപാടി. ഇന്നും എന്തോ പരിപാടികളൊക്കെ ഉണ്ടല്ലേ? നാളെ കൊണ്ടല്ലേ തീരുന്നേ? നാളെ തീരുവല്ല, നാളെ കാവടി ഘോഷയാത്ര അല്ലേ? അവരെല്ലാരും വീട്ടിലാന്ന് തോന്നുന്നേ. ചായ കാണുമായിരിക്കും ഇവിടെ. നമുക്ക് അമ്പലത്തിൽ കയറി പോയിട്ട് വീട്ടിലോട്ട് പോകാം. ബാക്കി എല്ലാരും വീട്ടില. നല്ല രസമുണ്ടല്ലേ, തോരണം കെട്ടിയേക്കുന്നതാണ്. നേരത്തെ ഉണ്ടല്ലോ, അതായത് പണ്ട് ആ റോഡെല്ലാം വരുന്നതിനൊക്കെ മുന്നേ റോഡുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതിലായിരുന്നു നടന്നു പൊക്കോണ്ടിരുന്നത്. ഈ അമ്പലത്തിന്റെ താഴെ വശത്തൂടെ ചെന്നായിരുന്നു പിന്നെ വീട്ടിലോട്ട് പൊക്കോണ്ടിരുന്നത്. ഇപ്പം വഴികളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഇപ്പം ആരും നടന്നു പോക്കൊന്നുമില്ല. കയറി പോകുന്ന വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വണ്ടി കയറി പോവോ? അതുകൊണ്ട് ഇവിടെ അമ്പലത്തിന്റെ അവിടെ വന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ, താഴ്ന്ന് കയറി വന്ന വഴിയൊക്കെ. ഇവിടെ ഗാനമേളം പരിപാടിയൊക്കെ നടക്കാൻ തോന്നുന്നു കേട്ടോ. ആണോ? ആൾക്കാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ടല്ലേ? നോക്കാം.
രാത്രി വന്ന് ചായബ്രോയുടെ വീട്ടിലൊന്ന് കിടന്നുറങ്ങി സുഖമായിട്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കാപ്പുകൂടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആൻറ്റിയും നമ്മുടെ കുഞ്ഞാപ്പി രണ്ടുപേരും ഇന്ന് മുക്കുളം അമ്പലത്തിൽ കാവടി എടുക്കുന്നുണ്ട്. അപ്പം കാവടിയൊക്കെ രാവിലെ തുടങ്ങും. അതുകൊണ്ട് ഇവർ കാവടിക്ക് പോകാനായിട്ട് റെഡിയായിരുന്നു. അപ്പോൾ ഇവരെ നമുക്ക് കൊണ്ടുപോയി വിട്ടിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് നമുക്ക് തിരിച്ചു പോയി അവരെ കൂടെ കൂട്ടിക്കൊണ്ട് വരാം അല്ലേ? ഇനിയോ? ഇനിയുണ്ട്. ഇനി അവിടെ ആള് കിടക്കൂല്ലേ? അമ്മ, അച്ചമ്മ, പിള്ളേര്, ചായ, കൊച്ചച്ച, എല്ലാരും ഇല്ലേ? കുഞ്ഞാപ്പിക്ക് നമ്മുടെ പുതിയ വണ്ടി ഇഷ്ടപ്പെട്ടോ അതോ പഴയ വണ്ടിയായിരുന്നോ നല്ലത്? പുതിയ വണ്ടി ഇഷ്ടപ്പെട്ടോ? ആഹാ, കൊള്ളാലോ അല്ലേ? ഇന്നിപ്പോ കാവടി എടുക്കാനായിട്ട് നോയമ്പൊക്കെ എടുത്തോ? എത്ര ദിവസം നോയമ്പുണ്ടായിരുന്നു ആന്റി? ഒരാഴ്ച എടുത്തോ? ആണോ? അപ്പൊ ഇന്ന് തൈപ്പൂയ ആയിട്ട് എന്നെ ആളും കാവടി എടുത്തിട്ടേ ഉള്ളൂ. നല്ല വെയിലാ. കുഞ്ഞാപ്പിക്ക് ചെറിയ പനിക്കോളൊക്കെ ഉണ്ടല്ലേ? ചെറിയ പനിക്കോളൊക്കെ ഉണ്ട്. ഇവനെ അധികം നേരം വെയിൽ നിന്ന് നിർത്താതെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് എടുപ്പിക്കാം. ആന്റി ഇന്ന് ഏതായാലും വെയിൽ കൊള്ളും. നല്ല വെയിലാ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെയിലങ്ങോട്ട് മൂക്കുന്നുണ്ട്. എവിടുന്നാ? ചെല്ലമ്മക്കോവിലിന്ന് മുക്കുളം അമ്പലത്തിലോട്ട്. രാത്രി വരണമായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ കയറി. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങൾ കയറുന്നില്ലെന്നും കൊണ്ട് വന്നാണേ, രാവിലെ പോകാന്നും കൊണ്ട്. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇന്നലെ വന്ന വഴിക്ക് ഭയങ്കര വെട്ടവും വെളിച്ചമൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്നാൽ അവിടെ കയറി നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞു. കയറി ചെന്നപ്പോൾ നല്ല പിള്ളേരുടെയൊക്കെ നല്ല അടിപൊളി ഡാൻസും പരിപാടി, നല്ല പരിപാടിയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞ്? ഇഷ്ടപ്പെട്ടായിരുന്നു പരിപാടിയൊക്കെ? നല്ല അടിപൊളി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നല്ല പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ അവിടെ അടുത്തടുത്തുള്ള പിള്ളേരുടെ പരിപാടികളാണ്. അറിയുന്ന ആൾക്കാരാ. നമുക്ക് ഏതായാലും എവിടെയാ പോകണ്ടേ ഇപ്പം? മുക്കുളത്തമ്പലത്തിൽ അവിടുന്ന് എടുത്തോണ്ട് നമുക്ക് ചെല്ലമ്മക്കോവിലിൽ പോകണം. അപ്പൊ നേരെ എന്നാ നമുക്ക് മുക്കുളം അമ്പലത്തിലോട്ട് കയറി പോവാം. ഇതുകൊണ്ടാ ഫുള്ള് റിബൺ വെച്ച് അലങ്കരിച്ചേക്കുന്നേ. രാത്രി വന്നപ്പം രാത്രിയിലത്തെ വെട്ടത്തിലേ നല്ല രസമായിരുന്നു. പിള്ളേരുടെ അലങ്കാരമോ ഇവിടുത്തെ അല്ലേ? അവര് തന്നെ ചെയ്യുന്ന. അതെ അല്ലേ? പിള്ളേരെ സെറ്റ് കൊള്ളാലോ. പിള്ളേരാ ഇവിടെ അല്ലേലും പിന്നെ പിള്ളേരെല്ലാം നല്ല ഐക്യമാണ് കേട്ടോ. അവരെല്ലാ പരിപാടിക്കും ഒന്നിച്ച് എല്ലാ കാര്യത്തിലും ഉണ്ട്. അതെ അതെ അതെ, അത് ശരിയാ. ഞങ്ങളൊക്കെ പൊതുപ്പണിക്കൊക്കെ വന്നായിരുന്നു. അതെ അല്ലേ? എന്നാലും നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടേ എല്ലാം പെട്ടെന്ന് നടക്കും. ഒരാൾ തന്നെ അല്ലല്ലോ, എല്ലാരും കൂടെ കൂടി ചെയ്യുമ്പോഴേ. ഇതാണോ നമ്മളെ ആന്റി എടുക്കാനുള്ള കാവടിയാണോ ഇത്? ആണോ? ഇനി കുഞ്ഞാപ്പിയുടെ എവിടാ? കുഞ്ഞാപ്പി നിന്നെ പറ്റിക്കുവാടാ. അവിടെ കാവടിയൊന്നും കാണുമല്ലോ കേട്ടോ. സത്യമാണോ? നമുക്ക് പോയി നോക്കാല്ലേ? അതെ ആ മതി മതി, അത് മതി. അതെ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലല്ലേ? ഇവിടുന്ന് താഴോട്ട് ഇനിയിപ്പോ ഇറങ്ങി പോണേലേ പിന്നെ നമ്മുടെ മുന്നിൽ രഥം ഇറങ്ങി പോയിട്ടുണ്ടേ. രഥം ഇറങ്ങി പോയേക്കുന്നിടത്ത് രഥം പെട്ടെന്ന് പോയി കേട്ടോ. കാവടിക്കോ? അല്ലല്ല, ഏറ്റവും കൂടുതൽ യൂണിറ്റിൽ നിന്ന് കാവടി എടുക്കുന്നതിന് 2500 രൂപ പ്രൈസ് ഉണ്ട്. ഈ വർഷം ഇവിടെ കാവടി ഒരു യൂണിറ്റിന് എത്ര യൂണിറ്റ് ഉണ്ട് മൊത്തം ഇവിടെ? 5-8 യൂണിറ്റ് ഉണ്ട്. ആണോ? അപ്പൊ ഏറ്റവും കൂടുതൽ കാവടി ഉള്ള യൂണിറ്റിന് 2500 രൂപ. അത് കൊള്ളാം, നല്ല പരിപാടി. 4-5 ഒക്കെ കാവടിയുള്ള വീടുണ്ട്. അതെ 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 അതെ, രഥം പോന്നു. ഇതാ കേട്ടോ, മുരുകന്റെ രഥമാണ് പൊക്കോണ്ടിരിക്കുന്നത്. രഥമാ അല്ലേ? ഉള്ള ആൾക്കാർ ഇത് ഇറക്കമായോണ്ടേ കയറയിലെല്ലാം നല്ലപോലെ വലിച്ചൊക്കെയാണ് പിടിച്ചേക്കുന്നത്. എഴുന്നള്ളത്തിന് വന്ന് ഞാൻ ഈ കൈപ്പള്ളി ഇറക്കത്തേന്ന് ലോറി ആനയും ലോറിയും കൂടെ ചെരിഞ്ഞ് ഒരു തേക്കിനിട്ടിടിച്ച് പരിക്കായിട്ട് ആന മരിച്ചുപോയി. അന്ന് അതിൽ പിന്നെ ആന ഇല്ലാത്താണ്
മൊത്തം പരിപാടികൾ. രഥം ഇവിടെ നമ്മുടെ ശാഖയിലുള്ള ഒരാള് പണിയിച്ചു കൊടുത്തത്. അതെ അല്ലേ? തേക്കിന്റെ കൊണ്ടാണ് 4 ലക്ഷം രൂപ. നല്ല രഥമാ. ഇനിയിപ്പോ ഇത് ഫ്രണ്ടിൽ പോയിട്ട് കുഞ്ഞി നീ നടന്നങ്ങ് പോവാണേണ്ടല്ലോ, രഥം ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഗുരുദേവന് രഥം. അതെ, ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയാ ഗുരുദേവനാന്ന് തോന്നുന്നു. ഈ റബ്ബറിന്റെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് തളുത്ത് വരുന്ന സമയമാണ് ഇത്. നല്ല തണലായി. ഇപ്പൊ ഈ വെയിലൊക്കെ ആയപ്പോഴത്തേക്കിനുമേ നല്ല തണലായി. ഇതാ കേട്ടോ ഏന്തയാറ് ചെല്ലമ്മക്കോവിൽ ആ കാണുന്നത്. ആ അമ്പലത്തിൽ നിന്നാണ് നമുക്ക് മുക്കള അമ്പലത്തിലോട്ട് കാവടി പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആൻറ്റിയും കുഞ്ഞാപ്പിയും എല്ലാം കൂടെ നമുക്ക് ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇവരിവിടെ നിൽക്കട്ടെ. നമുക്ക് പോയി അവരെയും കൂടെ എടുത്തോണ്ട് വരണ്ടേ. അമ്മയും ഒക്കെ അവിടെ അല്ലേ, അപ്പോൾ അവർ റെഡിയാക്കി നമുക്ക് അവരെയും കൂടെ എടുത്തോണ്ട് വരാം. ഇതാ കേട്ടോ കുഞ്ഞി, ഈ ഗ്രൗണ്ടിലാണ് ഇവിടെ പാരച്ചൂട്ടൊക്കെ വന്ന് താഴുന്നത്. ഇന്ന് ഇറങ്ങി ഒന്ന് കണ്ടോ മൊത്തം. ആ മേളിൽ കാണുന്ന കേട്ടോ വാഗമണ്ണ് ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ അവിടെയാ. അവിടെയാണ് വാഗമണിലെ അഡ്വഞ്ചർ പാർക്ക്. അവിടുന്ന് നമ്മള് അവിടുന്ന് പാരാഗ്ലൈഡിംഗ് ഇല്ലേ, ആ പാരാഗ്ലൈഡിങ്ങുകാരൊക്കെ വന്നിട്ട് ഇളങ്കാട് വന്നിട്ട് ഈ ഏന്തയാർ ഈ ഗ്രൗണ്ടിലൊക്കെയാണ് വന്ന് താഴുന്നത്. ഇതിന്റെ അടുത്താണ് ചെല്ലമ്മക്കോവിൽ. ഇത് കണ്ടോ, ഇതാണ് ചെല്ലമ്മക്കോവിൽ കണ്ടോ. ഇവിടുന്നാണ് ഈ കാവടി തുടങ്ങുന്നത്. അവരെ കൂടെ എടുത്തോണ്ട് വരാം. ഫ്രണ്ടിലെ വണ്ടിയില് ഗുരുദേവന്റെ, തൊട്ടുപുറയിലും മുരുകന്റെ രഥം. രണ്ടും ഫ്രണ്ടിലും പുറയിലുമായിട്ട് ചെണ്ടോട്ടുകാരൊക്കെ നല്ലപോലെ. ഇപ്പൊ ഈ രഥം രണ്ടും അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെല്ലമ്മക്കോവിൽ ചെന്ന് കഴിഞ്ഞേച്ച് അവിടുന്ന് പൂജയും പരിപാടിയെല്ലാം അവിടെ കഴിഞ്ഞിട്ട് ആണ് കാവടി തുടങ്ങുന്നത്. എടാ എങ്ങനെയുണ്ട് വണ്ടി എടുത്തിട്ട്? എങ്ങനെയുണ്ട് വണ്ടി എടുത്തിട്ട്? കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി ക്ഷീണമാണ്. കുഴപ്പമില്ല, വണ്ടിക്ക് കുഴപ്പമില്ല. സ്ഥിരമായിട്ടിരുന്ന് ഓടുന്നോണ്ടാണോ? അല്ല, ഓട്ടം മടുപ്പാന്നേ. അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നു നോക്കിയാ വരുന്നത്. പിന്നെ അതിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, നമുക്ക് പറ്റില്ല. നമ്മള് ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ഇതിൽ കൂടുതൽ മെച്ചം ഉണ്ടായിരുന്നു, ഇതിലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, ഇപ്പം അതെല്ലാം പോയി. ഇതിലും വേദം തൊഴിലാളിയായിരുന്നു. ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നു മുതലാളി എന്ന് ഉള്ള ലെവലില്ല. നേരത്തെ തൊഴിലാളി ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. അതെ, അപ്പൊ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ അവസ്ഥ ഇച്ചിരി ശോകമാണ്. വണ്ടിയിൽ അവൻ പോയിക്കുന്നു, ഉണ്ണിയും പോയേക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വന്നേ, ഉണ്ണിയും പുഞ്ചിരിയും കൂടെ പോയേക്കുന്നു. ഞങ്ങളിപ്പം പരിപാടിയെല്ലാം തുടങ്ങാറായി. നമുക്കൊന്ന് കാപ്പി കുടിച്ചിട്ട് നമുക്കും പോയാലോ? കാപ്പി കുടിച്ചിട്ട് വന്നേക്ക്. ഞാൻ അവിടെ വേറെ തന്നെ പോസ്റ്റ് അടിച്ച് നിർത്തിയേക്കും. കുറെ നേരമായി, ഞാൻ അവരെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരാം. പോസ്റ്റ് പരിപാടിയേ ഉള്ളൂ, റെഡിയായി വരണ്ടേ. രാവിലത്തെ കാര്യം താമസം. സാധാരണ അവൻ രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ 12:30 വരുന്നവനാ. അപ്പൊ ചെറിയൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ, അങ്ങനെ നിർത്തിയേക്കുവാ. നിങ്ങൾ കഴിച്ചിട്ട് വന്ന നമുക്ക് പോയെന്നാ കാവടി കണ്ടിട്ട് വന്നാലോ ചായ്മോനെ? എന്നാ വാ, കാവടി കാണാൻ പോ.
ആഘോഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇന്ന് വൈകുന്നേരം ഗാനമേള, പക്ഷെ നമ്മള് കാവടിയൊക്കെ കൂട്ടിയിട്ട് തിരിച്ച് നമുക്കൊരു കല്യാണം ഉണ്ട് ചോറ്റിയിൽ. അപ്പം ഉച്ചയാകുമ്പോഴേക്കും കല്യാണത്തിന്റെ അവിടെ എത്തണം. അതുകൊണ്ട് നമ്മള് ഉത്സവാഘോഷമൊക്കെ നിർത്തി അങ്ങോട്ട് ഉത്സവ ആഘോഷം. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇനി 2-3 ദിവസം കഴിഞ്ഞാ കോരിത്തോട്ടിലെ ഉത്സവമായി. കോരിത്തോട്ടിലെ ഉത്സവം തുടങ്ങി. 5-ാം തീയതി വരെ അവിടുത്തെ ഉത്സവം. മെയിൻ പരിപാടി മറ്റേ ഗാനമേള. അവിടെ ഇന്നാ കാവടി. ഇനി അങ്ങോട്ട് അമ്മയുടെ വീക്ക്നെസ് കാലങ്ങളാ. അതെ അതെ, ഉത്സവവും പെരുന്നാളും എല്ലാം കൂടി നമ്മൾ തകർക്കും. അതെ, വളകള് പിന്നെ കടകള് അതെല്ലാം കയറി നമ്മള് കണ്ട് അതെ ആഘോഷിച്ച് ആഘോഷിക്കും ഈ 2 മാസം നമ്മള്. ടെൻഷൻ അടിക്കാതെ അല്ലേ? പിന്നല്ലാതെ എല്ലാ ഉത്സവത്തിനും എല്ലാ പെരുന്നാളിനും പോണം. അച്ചമ്മച്ചി ഇന്ന് അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോ എന്നാ വരുന്നേ? ഞാന് അവിടുത്തെ ബഹളങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ചെന്ന അമ്പലത്തിൽ ഉത്സവല്ലേ. അത് തീർന്നു കഴിഞ്ഞാൽ മാമ ഫ്രീ ആവും അല്ലേ? വീട്ടിലാരും ഇല്ലല്ലോ. ഉത്സവം കഴിയുന്നിടം വരെ ഇനിയിപ്പം കഴിഞ്ഞിട്ട് 5-ാം തീയതി ഉത്സവം തീരുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും എത്താം. ഞങ്ങൾ 5-ാം തീയതി ഇങ്ങോട്ട് വരുവോ? ഞങ്ങൾ മിക്കവാറും 5-ാം തീയതി വരും. ഞങ്ങൾ വരും. കോരിത്തോട്ടിലെ ഉത്സവമല്ലേ? അപ്പൊ ഇന്ന് പള്ളിപ്പെരുന്നാളാ കേട്ടോ. അവിടുത്തെ പെരുന്നാൾ ഇന്നാ തീരുന്നത്, കോരിത്തോട് പള്ളിപ്പടി പള്ളിയിലെ. പിന്നെ പോയാ പള്ളിപ്പെരുന്നാളും കൂടായിരുന്നല്ലോ. അതെ, ഇന്ന് പോയി നമുക്കിന്ന് പെരുന്നാളും കൂടി അമ്പലത്തിൽ അവിടെ കയറാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കയറിയിട്ട് പോകാം. ഇപ്പം നേരെ ഇനി കല്യാണത്തിന് പോകാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.